ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഹെറ്റ് ഗഹ്യു ഗൺസ്പെൽ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സസ്പെൻസ്, ത്രില്ലർ, ക്രൈം, ട്വിസ്റ്റ് എന്ന് പറയണ്ട, ക്ലൈമാക്സിലെല്ലാം ഈ മൂവിയിലെ കൊലയാളി ആരാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിയത്തില്ല. അതുപോലെയുള്ള ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നത്. 25 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയിന്റെ സുഹൃത്തിനെ ഒരു പാർട്ടിയിൽ വെച്ചിട്ട് കാണാതാവുന്നു. അതുപോലെ ഹീറോയിന്റെ സുഹൃത്താണെങ്കിലോ ഒരു വലിയ പണക്കാര വീട്ടിലെ പെൺകുട്ടിയും. അതേ കുടുംബത്തിൽ തന്നെ ആ സുഹൃത്തിന്റെ സഹോദരനെയാണ് ഹീറോയിൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാവരുടെയും ജീവിതം സാധാരണ രീതിയിൽ തന്നെ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ വീടിന്റെ വെളിയിൽ നിന്നും ഇവർക്കൊരു ശരീരം കിട്ടുന്നു. അതും അസ്ഥികൾ മാത്രം. പിന്നീടാണ് മനസ്സിലാവുന്നത് കാണാതായിട്ടുള്ള ആ സുഹൃത്തുണ്ടല്ലോ, അവളുടെ ശരീരഭാഗങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ളത്. കൂടാതെ ആ സുഹൃത്തിനെ കാണാതാവുന്നതിന് മുന്നേ അവസാനമായിട്ട് കണ്ടത് ഹീറോയിനാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സംശയിക്കുന്നത് ഹീറോയിനെ. ഇതിനുശേഷം ഈ സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചത്, ആ സുഹൃത്തിനെ കൊന്നതാരാണ്, ഹീറോയിൻ ഈ കേസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നെല്ലാം ക്ലൈമാക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറെ ലെവലിൽ ടെസ്റ്റ് തരുന്ന ഒരു മൂവി. ഇത്ര മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, അഡൾട്ട് സീനുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കാണുമ്പോഴത്തേക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു മൂവിയല്ല. അതും ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ഇവയെ കാണിക്കുകയാണ്. ഇവരുടെ പേരുകളെല്ലാം കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്ടായിട്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ ഈ നാട്ടിലെ വലിയൊരു പണക്കാര കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ മരുമകളാണ് ഇവ. അതേപോലെ തന്നെ അവളുടെ അമ്മായി അച്ഛൻ, അയാളുടെ പേര് ആലൻ. ആ ഫാമിലിയിലെ ഒരു തലവൻ എന്ന് വേണമെങ്കിൽ പറയാം. അതും ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ. ഇപ്പൊ തന്നെ അയാൾക്ക് ഒരു 70 വയസ്സായി കാണും. കൂടാതെ 10 വർഷങ്ങൾക്ക് മുന്നേ ഒരു ബുക്ക് എഴുതി തീർന്നിരുന്നു. അത് വീണ്ടും റീപബ്ലിഷ് ചെയ്യാൻ പോവാണ്. അതിന് എല്ലാവരും അദ്ദേഹത്തിനെ പ്രശംസിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ആ കാര്യം റേഡിയോയിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ടാണ് നമ്മുടെ ഇവ അവിടേക്ക് പോകുന്നത്. അങ്ങനെ ആ വീടിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അത് അത്രയും വലിയൊരു വീടാണ്. അങ്ങനെ ഇവ ആ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവിടെയുള്ള ജോലിക്കാരി, ഇവ നീ ഇത്ര പെട്ടെന്ന് വന്നത് ചോദിക്കുമ്പോൾ, ഇല്ല, അലൻ എന്നോട് വീടിന് പുറകിലൊരു ഗസ്റ്റ് ഹൗസ് കിട്ടണമെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് വേണം പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോൾ ആ ജോലിക്കാരി പറയും, കോൺട്രാക്ടേഴ്സ് എല്ലാം നേരത്തെ തന്നെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഇവ ജനാല വഴി നോക്കുമ്പോൾ അവരവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഇവ പറയും, അല്ല ഇവരോട് ഈ സ്ഥലത്തല്ലല്ലോ ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞു, അല്ല മാർത്ത എവിടെയെന്ന് ചോദിക്കുമ്പോൾ അലന്റെ ഭാര്യ ഉണ്ടല്ലോ, ഹീറോയിന്റെ അമ്മായിയമ്മ. അങ്ങനെ അവരെ പോയി കാണുമ്പോഴത്തേക്കും അവർക്ക് ഈ മറവിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മാനസികമായിട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവയെ കാണുമ്പോൾ സാധാരണ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അലനാണെങ്കിൽ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇവ പറയും, ശരി ഞാൻ എന്തായാലും ആ ജോലിക്കാരെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇവ ഒരു ആർക്കിടെക്റ്റാണ്. അപ്പോൾ അവൾ പറയുന്ന അനുസരിച്ചാണ് ഇവർ ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഇവിടെ കെട്ടുന്നത്. പക്ഷേ ഇവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ ഇവ പറഞ്ഞ ലൊക്കേഷനിലല്ല ഇവർ ആ കാര്യം ചെയ്യുന്നത്, മറ്റൊരിടത്താണ് കുഴിയെടുക്കുന്നത്. അങ്ങനെ കോൺട്രാക്ടറിനോട് ഈ കാര്യം പറയുമ്പോഴത്തേക്കാണ് അവിടെ മണ്ണിങ്ങനെ മാതുന്ന സമയത്ത് ആ ജോലിക്കാരൻ അത് ഒരു നിമിഷം നിർത്തി ഈ കോൺട്രാക്ടറിനെ വിളിച്ചിട്ട്, സാർ ഇവിടെ ഒരു കാര്യം വന്ന് നോക്കാൻ പറയുന്നതും ഇവരെല്ലാവരും അവിടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് വേറൊന്നല്ല, ഒരുപാട് വർഷമായിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിട്ട അവസ്ഥയിലുള്ള ഒരാളുടെ ശരീരഭാഗങ്ങൾ, അതും അസ്ഥികൾ മാത്രം. കൂടാതെ തുണിയെല്ലാം പലയിടങ്ങളായിട്ട് കീറിയിരിപ്പുണ്ട്. അപ്പോ നമ്മുടെ ഇവ ഇത് കണ്ട് സൂക്ഷിച്ച് നോക്കുന്നതും അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് പോലീസ് വരുന്നു. അപ്പൊ അതിലൊരു ഓഫീസർ നമ്മുടെ ഇവയോട് ചോദിക്കും, അല്ല അതെങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ പറയുന്നത്, അത് നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള നറ്റാലിയുടെ ശരീരമാണെന്ന്. ഇല്ല, ആ ബോഡിക്ക് അടുത്തുണ്ടായിരുന്ന ആ ഡ്രസ്സ് അതെന്റെ സുഹൃത്തിന്റെ ഡ്രസ്സാണ്, എനിക്കത് നല്ല ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അത്ര ഉറപ്പുള്ളതെന്ന് പറയുമ്പോൾ ആ പോലീസുകാർ ചോദിക്കും, അല്ല 25 വർഷങ്ങൾക്ക് മുന്നേ കാണാതായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തിന്റെ തുണി ഇത്ര ഓർമ്മ വരാനായിട്ട് എന്താ, അത് വേറെ ഒന്നുമല്ല, അന്ന് അവസാനമായിട്ട് അവളെ കണ്ടത് ഞാനാണ്, അതുകൊണ്ട് തന്നെ അവൾ ഏത് ഡ്രസ്സാണ് ഇട്ടിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ആ പോലീസുകാർ ചോദിക്കും, അല്ല ഈ സ്ഥലത്തേക്ക് നിങ്ങളെന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇതുപോലെ അലൻ എഴുതിയ ആ ഒരു ബുക്കിലെ റീപബ്ലിഷ് ചെയ്യാൻ പോകുന്നല്ലോ, അതിൻ്റെ ഒരു പാർട്ടി ഉണ്ട്, ഈ ഗസ്റ്റ് ഹൗസ് കെട്ടാനുള്ള പ്ലാൻ കൊടുത്തതേ ഞാനാണ്, അതേപോലെ അലൻ്റെ മൂത്ത മകനായിട്ടുള്ള ക്ലാഡിന്റെ ഭാര്യ ഞാനാണെന്ന് പറയുന്നതും. ഇപ്പൊ ആ പോലീസുകാർ ഇവയോട് ചോദിക്കും, അല്ല നറ്റാലിയെ കാണാതായ അന്നത്തെ ദിവസം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അന്നത്തെ ദിവസം എൻ്റെ അമ്മായിയമ്മ മാർത്തയും അലനും തമ്മിലുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അതിൻ്റെ പാർട്ടി നടക്കുമായിരുന്നു, അതുപോലെ എല്ലാവരും നല്ല ആഘോഷത്തിലായതുകൊണ്ട് തന്നെ നല്ലതുപോലെ മദ്യപിച്ചിട്ട് അതിനടുത്തൊരു കാടുണ്ട്, അവിടെ ടെൻ്റ് അടിച്ച് നല്ലപോലെ കിടന്ന് ഉറങ്ങി എന്ന് പറയുന്നതും അവിടേക്ക് ഇവയുടെ ഭർത്താവായിട്ടുള്ള ക്ലാഡ് ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് വരികയാണ്. എന്നിട്ട് ഇവയോട് വന്നിട്ട്, ഇവ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ അതെ ഓക്കെ ആണെന്ന് പറയും. എന്നിട്ട് ആ പോലീസുകാരിയോട് പറയും, നറ്റാലിയുടെ സഹോദരൻ ഞാനാണ്, അത് അവളുടെ ശരീരമാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്തോന്ന് ചോദിക്കുമ്പോൾ, ഇല്ല പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്, ഉടനെ തന്നെ കൺഫേം ചെയ്യും, ഇനി അറിയാൻ കഴിയത്തുള്ളൂ. അല്ല സാർ നറ്റാലിയെ കാണാതായിട്ടുള്ള ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്ലാഡ് പറയും,
അന്നത്തെ ദിവസം ബാർബിക്യൂ ചെയ്തത് ഞാനാണ്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാടിനകത്തേക്ക് നറ്റാലിയെ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ആ പോലീസുകാർ ഇപ്പോൾ ഇവയോട് ചോദിക്കും, ഓക്കെ നിങ്ങൾ എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, അതിന്റെ ബാക്കി പറയുന്നത്. ഇവ പറയും, അതെ അന്ന് ആ ടെന്റിൽ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം തിരിച്ചു വന്നിട്ട് എല്ലാവരും നറ്റാലിയെ അന്വേഷിക്കുമായിരുന്നു, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് ഇവ പറയാണ്. ആ സ്ഥലത്തേക്കാണ് നമ്മുടെ ഇവയുടെ മകനായിട്ടുള്ള ജൂലിയൻ വരുന്നത്. അങ്ങനെ ജൂലിയനെ കാണുന്നതും ഇവ അവനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവനാണെങ്കിൽ അവളോട് നല്ല രീതിയിൽ മിണ്ടുന്നത് പോലുമില്ല. അവനാണെങ്കിൽ അധികം സംസാരിക്കാതെ അവിടെ നിന്ന് നടന്നു പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവയുടെ സഹോദരനായിട്ടുള്ള പോള്, അവന്റെ ഭാര്യ, ഇവരെല്ലാവരും വന്ന് ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ക്ലാഡിന്റെ സഹോദരൻ തീയോ അവിടേക്ക് വരുന്നത്. അവൻ ഇവിടേക്ക് വന്ന് ക്ലാഡിനെ കെട്ടിപ്പിടിച്ചിട്ട് അത് കഴിഞ്ഞ് ഇവയുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഈ പോലീസുകാരുടെ അടുത്തേക്ക് വരുമ്പോൾ പോലീസുകാരി തീയോട് ചോദിക്കും, ഓക്കെ നറ്റാലിയെ അവസാനമായിട്ട് കണ്ട ആ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടെന്ന് ചോദിക്കുമ്പോൾ തീയോ പറയും, എനിക്ക് അത്ര നല്ലതുപോലെ ഓർമ്മയില്ല, അന്നത്തെ ദിവസം ഞാൻ അവളെ കണ്ടിരുന്നു, പിന്നീടൊന്നും എനിക്ക് വലിയ രീതിയിൽ ഓർമ്മയില്ല എന്ന് പറയും. അപ്പോഴാണ് മാർത്ത എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അമ്മയുണ്ടല്ലോ, അവര് പെട്ടെന്ന് ഇവിടേക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ ഇവയെ കണ്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട്, നറ്റാലിയ മോളെ നിനക്ക് ഓക്കെ അല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ പോലീസുകാരി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, ഇല്ല അമ്മയ്ക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. അങ്ങനെ ഈ സംഭവം അറിഞ്ഞിട്ട് ന്യൂസ്, പോലീസുകാർ എല്ലാവരും ആ സ്ഥലം വളഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ന്യൂസിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് അലൻ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ, അയാൾ അവിടേക്ക് വരുന്നത്. അങ്ങനെ ആരോടും ഒന്നും മിണ്ടാതെ നേരെ വീടിനടുത്തേക്ക് ചെല്ലുന്നു. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ അലന്റെ വേണ്ടിയിട്ടാണല്ലോ അന്ന് ആ ഒരു പാർട്ടി നടത്താൻ പോകുന്നത്. കൂടാതെ രാവിലെ നറ്റാലിയുടെ ശരീരം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ടിയിൽ എല്ലാവരും അധികം സംസാരിക്കാൻ തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ആരും മിണ്ടാത്തത് കൊണ്ട് തന്നെ ക്ലാഡ് എഴുന്നേറ്റ് അവന്റെ അച്ഛന് ആശംസയെല്ലാം പറയുന്നത് പോലെ ഓരോ കാര്യം പറയുന്നു. അപ്പൊ അലൻ പെട്ടെന്ന്, ഇല്ല നീ അധികം ഒന്നും പറയണ്ട, ഇപ്പൊ അങ്ങനെ പറയാനുള്ളൊരു അവസ്ഥയിലല്ല, നിങ്ങളെല്ലാവരും വന്നതിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് മാർത്തയെ നോക്കി എന്നെ ചിരിക്കും. അപ്പോഴാണ് മാർത്ത അലനെ നോക്കിയിട്ട്, അല്ല നിങ്ങളെന്തിനാ ചിരിക്കുന്നേ, ഇവരെല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്നും നറ്റാലിയുടെ ശരീരം കിട്ടിയെന്ന്, പിന്നെ എൻ്റെ അടുത്തിരിക്കുന്നത് ആരാ, വലിയ വലിയ തെറ്റുകളെല്ലാം ചെയ്തിട്ട് അതെല്ലാം നിസ്സാരമായിട്ട് കാണുവാണോ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ അവരെ സമാധാനപ്പെടുത്തും. അതുമല്ല എല്ലാവരും അന്നത്തെ രാത്രി നറ്റാലിയെ അവസാനമായിട്ട് കണ്ട ആ ഒരു സമയമുണ്ടല്ലോ, അതിനെപ്പറ്റി പരസ്പരം സംസാരിക്കുമ്പോൾ മാർത്ത പറയും, അല്ല നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നേ, ഒന്ന് മിണ്ടാതിരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ ഒരു ഡിന്നർ കഴിയുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഈവ ആ വീട്ടിൽ തന്നെയാണ് അന്ന് കഴിയുന്നത്. ഒരു റൂമിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, നല്ലതുപോലെ നറ്റാലി ഓർത്ത് അവൾ കരയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഈവ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പോൾ അലൻ ഇപ്പോൾ അവളോട് ചോദിക്കും, അല്ല ഈവ നിന്നോട് ആ ഒരു ഗസ്റ്റ് ഹൗസ് ഞാൻ അവിടെ കെട്ടാനായിട്ട് പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എന്തിനാ അവിടെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, സോറി അലൻ, അത് ഞാനല്ല ചെയ്തത്, ആ കോൺട്രാക്ടർ മാറി ചെയ്തതാണ്, അതുകൊണ്ട് ഒരിക്കലും അത് എൻ്റെ തെറ്റല്ല, അങ്ങനെ ചെയ്തതുകൊണ്ട് നറ്റാലിയുടെ ശരീരം നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അലൻ ഇവയെ തന്നെ അങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈവ നേരെ വരുന്നത് അവളുടെ വീട്ടിലേക്കാണ്. അവളൊരു വലിയ പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ മെയിൻ ഒരു ആർക്കിടെക്ട് ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അവൾ ചെയ്ത ആ ഒരു വർക്ക്, അത് ആ പ്രോജക്റ്റ് വാങ്ങുന്നവർക്ക് അത് പ്രസന്റ് ചെയ്തിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഇത് കാരണം ഇവയ്ക്ക് നല്ല ദേഷ്യം വന്ന് അവൾ അവരെ തന്നെ വഴക്ക് പറയുന്നു. അപ്പോഴാണ് ഇവയുടെ ഫ്രണ്ട് വന്നിട്ട് അവളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുവന്നിട്ട്, അല്ല ഇവ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഇതുപോലെ നറ്റാലിയുടെ ശരീരം ഇപ്പോൾ കിട്ടിയിരുന്നു, അതിനുശേഷം എനിക്ക് എന്തോ ഭ്രാന്ത് പിടിക്കുന്ന പോലെയാണെന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട് പറയും, നറ്റാലിയെ കാണാതായെന്ന് അവളെ അവസാനമായിട്ട് കണ്ടത് നീയാണ് എന്ന് പറഞ്ഞ്, അവൾ കാണാതായതിന്റെ കാരണം നീയാണെന്നാവോ, അതുകൊണ്ട് നീ അത് അത്ര വലിയ കാര്യമൊക്കെ എടുക്കണ്ട എന്ന് പറയുമ്പോൾ ഇവ പറയുമില്ല, അവളെ അവസാനമായിട്ട് കണ്ടത് ഞാനല്ലേ, 25 വർഷങ്ങൾക്ക് മുന്നേ ആയതുകൊണ്ട് തന്നെ അന്ന് നടന്ന കാര്യം എനിക്ക് അത്ര ഓർമ്മയില്ല, അവസാനമായിട്ട് കണ്ടത് ഞാനാണെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ആ ഫ്രണ്ട് പറയും, ശരി നിന്റെ ഓർമ്മകളൊക്കെ നിനക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റ് ഉണ്ട് അലക്സ്, അയാളെ പോയി കണ്ടു കഴിഞ്ഞാലേ മാക്സിമം നിന്റെ ഓർമ്മകളെല്ലാം തിരിച്ചെടുക്കാനായിട്ട് കഴിയും, ഒന്ന് കണ്ടു നോക്കാൻ പറയും. അങ്ങനെ ഈ കാര്യം ഇവ ക്ലാഡിനോട് പറയും. അതുപോലെ കുറച്ചു നാൾക്ക് മുന്നേ ഇവ ക്ലാഡ് അവരുടെ മകൻ ജൂലിയൻ ഉണ്ടല്ലോ, ഇവരെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കഴിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവർ പരസ്പരം മിണ്ടാതെ ജൂലിയൻ മറ്റൊരിടത്താണ് താമസിക്കുന്നത്. വേറെ ഒന്നല്ല, ക്ലാഡും ഇവയും തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായിട്ട് ഇവര് മിണ്ടാതെ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കുറച്ച് പ്രൈവസി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ക്ലാഡ് ജൂലിയനോടൊപ്പം മറ്റൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവ ആ ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റിനെ കാണാൻ പോകുന്നുള്ള കാര്യം ക്ലാഡിനോട് പറയുമ്പോൾ ക്ലാഡിന് ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈവ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അവളത് കേൾക്കാതെ, എനിക്ക് എൻ്റെ മെമ്മറി ഒന്ന് റീകോൾ ചെയ്യണം, അതേപോലെ തന്നെ ഒന്ന് റിഫ്രഷ് ആവണം, അതിനു വേണ്ടിയിട്ട് ഈ ഒരു തെറാപ്പി എന്തായാലും ആവശ്യമാണ്, അതുകൊണ്ട് എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല എന്ന് പറയുമ്പോൾ ക്ലാഡിന് നല്ല ദേഷ്യം വന്നിട്ട്, ഇവ നീ ആവശ്യമില്ലാതെ ഈ പ്രശ്നം വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇതൊന്നും വലിയ കാര്യമാക്കാതെ നമ്മുടെ ഇവ അലക്സ് എന്ന് പറഞ്ഞ ആ ഒരു തെറാപ്പിസ്റ്റിനെ പോയി കാണും.
അങ്ങനെ തെറപ്പിസ്റ്റ് അവളെ പരിശോധിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്, ഇതിന് നിങ്ങൾക്ക് തെറാപ്പി കൊടുത്തിട്ടൊരു കാര്യമില്ല. അന്നത്തെ ദിവസം എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ അതാണ് നടന്നിട്ടുള്ളതെന്നും യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നിങ്ങളുടെ ഉൾമനസ്സ് ഒരിക്കലും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മെമ്മറിയിലുള്ള കാര്യം അതെന്താണെന്ന് നമുക്ക് വെളിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾ കുറച്ച് ഫ്രീ ആവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഞാൻ തരാൻ പോവാണ്. നിങ്ങൾക്ക് അതിന് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഇവ പെട്ടെന്ന് ഷോക്കാവും. കാരണം 25 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവം അത് മെമ്മറിയിലൂടെ എങ്ങനെ തിരിച്ച് റീകാൾ ചെയ്ത് കൊണ്ടുവരും? അതൊക്കെ മറന്നിട്ടുണ്ടാവത്തില്ലേ, ഇല്ലണ്ടായിട്ടുണ്ടാവത്തില്ലേ എന്നല്ല ചോദിക്കുമ്പോൾ അലക്സ് പറയും, അതൊക്കെ മറന്നിട്ടുണ്ടാവും, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ആ കാര്യം ഒളിച്ചിരിപ്പുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് കുറച്ചുകൂടി ശാന്തമാവും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അലക്സ് ചോദിക്കും, ഓക്കെ, ആദ്യം തന്നെ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള നറ്റീലയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ ഈവ നറ്റീലയെ പറ്റി സംസാരിക്കാൻ തുടങ്ങാണ്. ആ വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടി അവളാണ്, അതുപോലെ നല്ലൊരു പെൺകുട്ടി. ഒരുപാട് നാളായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ള കാര്യം, ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവൾ ഇപ്പോൾ ആലോചിച്ചെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അലക്സ് പറയും, ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും മതി, നാളെ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് ഇവയെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെ ഇവ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ മകനായിട്ടുള്ള ജൂലിയൻ ഉണ്ടല്ലോ, അവനെയാണ് വിളിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാലേ, ഇന്ന് വൈകുന്നേരത്ത് നിനക്ക് കഴിക്കാണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി വെക്കാം, നമ്മൾ രണ്ടും തമ്മിൽ ഒരുപാട് നാളായിട്ട് മിണ്ടാതിരിക്കുന്നു, അതെല്ലാം നമുക്ക് ഇന്ന് പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവനെ വിളിക്കുന്നത്. അങ്ങനെ ഈവനിങ് ആവുന്നതും ഇവ ഇതുപോലെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ജൂലിയന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ വരുന്നതുമില്ല. ഇപ്പോൾ അവൻ മെസ്സേജ് അയച്ചിട്ട് അവൻ റിപ്ലൈ പോലും തരുന്നില്ല. ഇവയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നു. ചിലപ്പോൾ ജൂലിയൻ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് ഓടി വന്ന് ഡോർ തുറക്കുമ്പോൾ അത് വേറെ ആരുമല്ല, തിയോ ആണ്, ക്ലാഡിന്റെ സഹോദരൻ. ഇപ്പോൾ തിയോ പറയും, ഇതുപോലെ ഈ വഴിക്ക് പോയതാണ്, അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നിങ്ങളിവിടെ തനിച്ചാണെന്ന്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വന്നു എന്ന് പറയുമ്പോൾ ഇവയ്ക്കാണെങ്കിലോ തന്റെ ഭർത്താവിന്റെ സഹോദരനല്ലേ, അതുപോലെ കുട്ടിക്കാലം മുതൽ തന്നെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ വീട്ടിനകത്തേക്ക് കയറ്റിയിട്ട് രണ്ടുപേരും ഒരുപാട് സംസാരിച്ച് ഒരുപാട് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് പോകുന്നതും ഇപ്പോൾ തിയോയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ എന്തോ ഒരു വലിയ സൗന്ദര്യമുള്ള ആളെപ്പോലെയും മറ്റുള്ള പെണ്ണുങ്ങളോട് എല്ലാവരോടും ഒലിപ്പിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും വലുതായിട്ടും തന്റെ സഹോദരന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ അവളോടും അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അതുപോലെ ഇവയുടെ അവസ്ഥയാണെങ്കിലോ അവൾ ആകെ സ്ട്രെസ്സിലിരിക്കുകയാണ്, നല്ല ടെൻഷൻ, അതേപോലെ തന്നെ നല്ലതുപോലെ കുടിച്ചിട്ടുമുണ്ട്. ഇപ്പൊ തന്റെ ഭർത്താവിന്റെ സഹോദരനാണെന്ന് പോലും നോക്കാതെ അവനുമായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അന്ന് രാത്രി മുഴുവനായിട്ട് ഇവര് രണ്ടുപേരും നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ട് അടുത്ത ദിവസം അതാലോചിച്ച് ഫീലിംഗ് കൂടി ചെയ്യുന്നു. എന്ത് ചെയ്യണം ഇവരെയൊക്കെ? അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോൾ നറ്റാലിയുടെ ശരീരഭാഗങ്ങൾ കിട്ടിയത് കൊണ്ട് തന്നെ ഒരു ഫ്യൂണറൽ ഇവർ നടത്തുകയാണ്. അവിടേക്ക് നമ്മുടെ ഇവ വരുമ്പോൾ തീയ അവിടെ നിൽക്കുന്നു. അവനെ കാണുമ്പോൾ തന്നെ അവളുടെ നെഞ്ചെല്ലാം ഇടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കണ്ടതുപോലെയും കാണാത്തതുപോലെയും നടന്ന് ബാക്കിയുള്ളവരെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ക്ലാഡ് അവിടെ നിൽക്കുന്നു. ഇവ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നറ്റാലിയെ കൊന്നതാണ്, അതും അവളെ അടിച്ചു കൊല്ലുമായിരുന്നു. അതുമല്ല, അവൾ മരിക്കുമ്പോൾ അവൾ പ്രഗ്നന്റ് ആയിരുന്നു. അതിന് കാരണം ആരാണെന്നും ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. DNA ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലൂക്ക് ആയിരിക്കും ഇതിനെല്ലാം കാരണം എന്ന് ദേഷിച്ചിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ഇവയ്ക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയി. എന്ത്, നറ്റാലിയെ കൊന്നോ? അതവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ഓക്കെ ബാ, നമുക്ക് അവസാനമായിട്ടും അവളുടെ കുഴിമാടത്തിലേക്ക് മണ്ണ് വരിയിടാന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ ഇങ്ങനെ ചെല്ലാണ്. അലനാണ് ആ കാര്യം ആദ്യം ചെയ്യുന്നത്. ആ സമയത്താണ് നറ്റാലിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ, ലൂക്ക, അവനവിടെ വന്ന് നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ട തീയോ ദേഷ്യപ്പെട്ട് അവനെ അടിക്കാണ്ട് ചെല്ലുമ്പോഴത്തേക്കും ക്ലാഡാണ് അവനെ തടഞ്ഞു നിർത്തുന്നത്. ഇപ്പൊ അവൻ വന്ന കാര്യം നമ്മുടെ ഇവയും കാണുന്നുണ്ട്. ഇവയിപ്പോ അവളുടെ സഹോദരനായിട്ടുള്ള പോളിനോട് ആ കാര്യം പറയും. അങ്ങനെ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ആഹാരം കഴിക്കാനായിട്ടിരിക്കുകയാണ്. നറ്റാലിയ സാധാരണ ഒരു മരണമായിരുന്നെങ്കിൽ ഇവർക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഒരു കൊലപാതകമാണ്, കൂടാതെ അവള് പ്രഗ്നന്റ് കൂടിയായിരുന്നു. അതിലാണ് എല്ലാവർക്കും വിഷമം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എല്ലാവരും പറയുമ്പോഴത്തേക്കും അലിൻ ഇപ്പോൾ എല്ലാവരോടും പറയും, അതെ, അവളുടെ ബോയ് ഫ്രണ്ട് ലൂക്ക് അവിടെ വന്നിട്ടുണ്ട്, അവനോട് ഇതിനെപ്പറ്റി ആരും സംസാരിക്കണ്ട. പിന്നെ പോലീസ് ഈ കാര്യം അന്വേഷിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചതിന് ശേഷം നമുക്കിതെല്ലാം നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാർത്തയെ കാണിക്കുമ്പോൾ അവൾ ഇവയുടെ കൈ പിടിച്ചിട്ട്, നറ്റീല, നിന്നോട് എനിക്കൊരു കാര്യം പറയണം, അതേപോലെ തന്നെ നിന്നോടൊരു സോറിയും പറയണം. ഒരുപാട് വർഷമായിട്ട് ഇത് പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പം ഞാനിത് നിന്നോട് പറയാൻ പോകണമെന്ന് പറയുമ്പോൾ നമ്മുടെ അലനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് മാർത്തയെ തടഞ്ഞിട്ട് മിണ്ടാതിരുന്ന് കഴിക്കാൻ പറയും. ഇവയ്ക്കാണെങ്കിലോ മാർത്ത എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ആ കാര്യം അറിയാതെ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ അലൻ ഇപ്പോൾ കിച്ചണിലേക്ക് പോവാണ്. അതുപോലെ അലൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കീ ഉണ്ട്. അത് വെച്ചിട്ട് അവിടെ ഫ്രിഡ്ജിൽ ഈ ഡ്രിങ്ക്സ് എല്ലാം പൂട്ടി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓരോന്നായിട്ട് എടുക്കും. അപ്പോഴേക്കാണ് ഇവ അവിടേക്ക് വരുന്നതും അലൻ, ഹേ ഇവ, ഈ അവസ്ഥയിൽ നിങ്ങൾ രണ്ടുപേരും നിന്റെ സഹോദരൻ പോളും ഇവിടേക്ക് വന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നാളെ വൈകുന്നേരത്ത് നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരണം. അവിടെ വെച്ചിട്ട് പേഴ്സണലായിട്ട് നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ട്രീറ്റും. അപ്പോൾ ഇവയും അതിന് ഓക്കെ പറഞ്ഞിട്ട് അവളെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും.
അങ്ങനെ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ലൂക്കയുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഇവയുടെ മുന്നിലേക്ക് വരുന്നത്. അവനെ കാണുമ്പോൾ തന്നെ അവൾ ഷോക്കാവും. അപ്പോൾ ഇവ പറയും, നറ്റാലിയെ പ്രഗ്നന്റ് ആവാനായിട്ടുള്ള കാരണക്കാരൻ ഒരിക്കലും ഞാനല്ല. അപ്പൊ ഇത് കേട്ട് ഇവ പെട്ടെന്ന് ഷോക്കായിട്ട്, നീയല്ല കാരണക്കാരനെങ്കിൽ വേറെ ആരായിരിക്കും? അപ്പോൾ ലൂക്ക പറയും, ഇവ നിനക്കറിയാലോ നറ്റാലിയെ പറ്റി, അവൾ ആരെയും വെറുതെ വിടാറില്ല. എല്ലാവരോടും അവൾ ഒരുപോലെ തന്നെയാണ് പെരുമാറുന്നത്. നിന്നോടും അവൾ കുറച്ച് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് അവളെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാനാണ് ഇത് ചെയ്തതെന്ന് നീ എങ്ങനെ എന്നെ സംശയിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട ഇവ പിന്നെ ഷോക്കാവാണ്. എന്താന്ന് വെച്ചാല്, എന്ത്, നറ്റാലിയെ എനിക്കൊട്ടും ഇഷ്ടമല്ലെന്നോ എന്നുള്ള രീതിയിൽ അവൾ ചിന്തിച്ച് ലൂക്കയോടൊന്നും പറയാതെ നേരെ അലക്സിനെ കാണാനായിട്ട് പോകും. എന്നിട്ട് ആ ഡോക്ടറിനോട് പറയും, ഇതുപോലെ ലൂക്ക പറഞ്ഞത് വെച്ചിട്ട് എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പോൾ അവനത് പറഞ്ഞപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ് സത്യം ഏതാണ് കള്ളം ഒന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ എന്ന് പറയുമ്പോൾ ആലക്സ് പെട്ടെന്ന് ഇവയോട് ചോദിക്കും, ഓക്കെ അങ്ങനെയാണെങ്കിൽ ലൂക്കയെ പറ്റി നിനക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയാൻ പറയുമ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സത്യത്തിലെ നറ്റാലിയയ്ക്ക് മുന്നേ തന്നെ ഇവയ്ക്ക് ലൂക്കയെ അറിയാം. സത്യത്തിൽ ലൂക്ക ഇവയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിലെ ബാറിൽ വെച്ചിട്ട് പാട്ട് പാടുന്നത് തന്നെ ലൂക്കയാണ്, അതും ഇവയ്ക്ക് വേണ്ടി. അവിടെ ഇവ നറ്റാലിയെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ ആ ഒരു പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ലൂക്കയ്ക്ക് വേണ്ടി ഇവ അവിടെ വെയിറ്റ് ചെയ്യും. പക്ഷേ ലൂക്ക ഒരിക്കലും അവിടേക്ക് വരത്തില്ല. അങ്ങനെ അവനെവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവ നടന്നിങ്ങനെ പോകുമ്പോൾ ആളുകൾക്കിടയിൽ നറ്റാലിയോടൊപ്പം അവനെങ്ങനെ നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷമാണ് ഇവയ്ക്ക് നറ്റാലിയെ ഇഷ്ടമല്ലാതെ പോയത്. നറ്റാലിയുടെ ആ ഒരു ദേഷ്യം ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഡോക്ടറിനോട് പറയുമ്പോഴത്തേക്കും ഡോക്ടർ പറയും, ശരി ഇവ ഇന്നത്തേക്ക് ഇത് മതി, ബാക്കി നമുക്ക് നാളെ നോക്കാമെന്നും പറഞ്ഞ് അവൾ എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവ അവളുടെ സഹോദരൻ പോളിനെ വിളിച്ച് ആലൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറഞ്ഞു തന്നല്ലോ, അവിടേക്ക് പോവാണ്. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് ഇവർ കഴിക്കാനായിട്ട് ഫുഡെല്ലാം ഓർഡർ ചെയ്യുന്നു. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ആലൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, പോൾ ഇവ നിങ്ങൾ രണ്ടുപേരും ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്, അവളുടെ മരണം ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആലൻ പറയും, അത് തന്നെയാണ്, അവളെ ഒരാൾ പ്രഗ്നൻ്റ് ആക്കിയതിനു ശേഷം കൊന്നെന്ന് പറയുമ്പോൾ എനിക്കും അത് അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അന്ന് ആ സംഭവം നടന്നതിന് ശേഷം അവൾ ഞങ്ങളെ വിട്ട് ഓടിപ്പോയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് അലൻ പറയുമ്പോൾ ഇവ പെട്ടെന്ന്, അല്ല എന്ത് സംഭവിച്ചതിന് ശേഷം അവൾ ഓടിപ്പോയെന്ന് നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആലൻ പറയുന്നത്, അല്ല നിനക്ക് ഓർമ്മയില്ലേ, അന്ന് ഞാൻ, മാർത്ത, ക്ലാഡ്, തീയോ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അന്ന് നടന്നൊരു സംഭവത്തെ പറ്റി അവളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും അതുപോലെ തന്നെ ഒരുമിച്ചിരിക്കുന്നു. ഇവയും അവരോടൊപ്പം തന്നെയുണ്ട്. അപ്പോഴാണ് അലൻ നറ്റാലിയുടെ കൈ പിടിച്ചിട്ട്, മോളെ അച്ഛൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയുന്നതും നറ്റാലിയ അലന്റെ കൈ തട്ടി കളഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അച്ഛനെ അല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോഴാണ് ഇവ അവിടെ ഇരുന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെയാണ് തീയോ ഇവയോട് പറയുന്നത്, നറ്റാലിയുടെ യഥാർത്ഥ അച്ഛൻ ഒരിക്കലും അലനല്ല, അത് അവൾക്ക് മനസ്സിലായി, അതുകൊണ്ടാണെന്ന് പറയുന്നതും ഇവിടെ മാർത്ത ഇപ്പോൾ എഴുന്നേറ്റ് നേരെ നറ്റാലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ അവളോട് സംസാരിക്കാന്ന് പറഞ്ഞ് നറ്റാലിയുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് പറയുന്നത്, നിനക്ക് ഇത്രയും പെട്ടെന്ന് ഇത് മനസ്സിലാവും, നീ അത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനത് മുന്നേ പറഞ്ഞേനെ. സത്യത്തിൽ അലൻ നിന്റെ അച്ഛനല്ല. എനിക്ക് നിന്റെ പ്രായമുള്ളപ്പോൾ 16-17 വയസ്സുള്ളപ്പോൾ എനിക്ക് അച്ഛനും അമ്മയില്ല, എന്നെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ആ സമയത്ത് ആരെന്ന് പോലും അറിയാത്ത നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയത്തില്ല. ആ പ്രായം അതായതുകൊണ്ട് നീ ജനിച്ച് ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അലനെ കണ്ടത്. ആ സമയത്ത് അലൻ കല്യാണം കഴിഞ്ഞ് അവന് 2 മക്കളുണ്ടായിരുന്നു, ക്ലാഡും തീയോയും. അവന്റെ ഭാര്യ മരിച്ചുപോയി. അങ്ങനെയാണ് ഞാൻ അലനെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് നിന്നെ അവന്റെ 3ാമത്തെ മകളായിട്ടാണ് അവൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നീ അലനെ നിന്റെ സ്വന്തം അച്ഛനായിട്ട് കാണണമെന്ന് പറയുമ്പോൾ ഒരിക്കലും നറ്റാലിക്ക് അത് കഴിയത്തില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും അവളുടെ യഥാർത്ഥ അച്ഛനല്ലല്ലോ. അങ്ങനെ ഈ ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഇപ്പൊ ഇവിടെ അലൻ ഇവയോട് പറയും, ആ ദേഷ്യത്തിലാണ് അവൾ അവിടെ നിന്ന് ഓടിപ്പോയെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുന്നതും ഇവ ഇതെല്ലാം കേട്ട് അന്ന് അവർ ഫുഡെല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് ഇവ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ സ്റ്റേഷനിൽ വരുമ്പോൾ ആ പോലീസുകാരി, ഓക്കെ നറ്റാലി അവസാനമായിട്ട് കണ്ട ആ ഒരു ദിവസം വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അന്ന് ഞങ്ങൾ ടെന്റിൽ പോയി കിടന്ന് ഉറങ്ങി, അതല്ലാതെ എനിക്ക് വേറെ ഓർമ്മയില്ല. പിന്നെ ടെന്റിലേക്ക് പോകുന്നതിന് മുന്നേ അന്ന് പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ, ക്ലാഡ്, നറ്റാലി ഞങ്ങൾ 3 പേര് വെളിയിൽ പോയിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വെളിയിലേക്ക് ഇറക്കി വയ്ക്കുമ്പോഴാണ് ഞാൻ നറ്റാലിയെ കണ്ടത്. ആ സമയത്ത് അവൾ നല്ലതുപോലെ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് അവൾ കാറിൽ യാത്ര ചെയ്തതുകൊണ്ടാണ് ഛർദ്ദിക്കുന്നതെന്നാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ പ്രഗ്നന്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. അല്ല, അവൾ പ്രഗ്നന്റ് ആയതിന് കാരണം ലൂക്കയല്ലേ എന്ന് ഇവ പോലീസുകാരോട് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ലില്ല, DNA മാച്ച് അല്ല, അവൾ പ്രഗ്നന്റ് ആവാൻ കാരണം വേറെ ആരോ ആണ്. അപ്പോൾ ഇവ കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ പോലീസുകാർ ചോദിക്കും, എന്താ നിങ്ങൾ പറഞ്ഞത്? ഇപ്പോൾ ഇവ പറയും, നറ്റാലിയ ആ സമയത്ത് ആരെയും വെറുതെ വിട്ടില്ലായിരുന്നു. അവൾ എപ്പോഴും പറഞ്ഞിരുന്നത്
പെണ്ണുങ്ങൾ ഒരിക്കലും ആണുങ്ങളുടെ അടിമയാവരുത്, അവരെ തിരിച്ച് നമ്മുടെ അടിമയാക്കണം എന്നവൾ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ സഹോദരൻ പോള്, അവനും എന്നോടൊപ്പം ആ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലൂക്കയോടും എൻ്റെ സഹോദരൻ പോളിനോടും അവൾ ഒരുപോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്, അത് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി. പക്ഷെ എൻ്റെ സഹോദരനാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല എന്ന് പറയുമ്പോൾ പോലീസുകാർ പറയും, ഓ സ്വന്തം ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി നല്ലതുപോലെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഇവ ഇപ്പോൾ തിരിച്ച് പോളുമായിട്ട് പോകുമ്പോഴത്തേക്കും പോൾ നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നിനക്ക് നറ്റാലിയെ പറ്റി അറിയാലോ, അവളാണ് എപ്പോഴും എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കുന്നത്, ലൂക്കിനൊപ്പം ഉണ്ടാവും. എന്നിട്ട് അവള് വേറെ ആരുടെ അടുത്ത് പോയിട്ട് പ്രഗ്നന്റ് ആയി, അവള് മരിച്ചതിന് ഇപ്പോൾ എല്ലാത്തിനും കാരണം ഞാനാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഇവ ചോദിക്കുന്നുണ്ട്, ശരി അന്ന് രാത്രി നീ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ, നിനക്കറിയത്തില്ലേ അന്ന് ഞാൻ നല്ലതുപോലെ തന്നെ മദ്യപിച്ചിട്ട് വീടിനകത്താണ് കിടന്നിരുന്നത്, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ ജോലിക്കാരുണ്ടല്ലോ അവരോട് ചോദിച്ചു നോക്ക്, അവരാണ് എന്നെ എടുത്ത് ബെഡിലേക്ക് കൊണ്ട് തന്നെ കിടത്തിയത്. അടുത്ത ദിവസം ഞാൻ എഴുന്നേറ്റ് വെളിയിലേക്ക് വരുമ്പോൾ അവിടെ ലൂക്ക ഉണ്ടായിരുന്നു, അവനോട് മാർത്ത വന്നിട്ട് നറ്റാലിയെ കണ്ടത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെയുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ടെന്ന് പോൾ പറയുന്നത്. ഇപ്പൊ ഒരു വീട്ടിലേക്ക് വന്നിട്ട് അത് കഴിഞ്ഞ് ഇവ നേരെ പോകുന്നത് ആ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അലക്സും ഈ തെറാപ്പിയിൽ അവളോട് പറയുന്നുണ്ട്, ഇന്നത്തെ സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് അന്ന് രാത്രി നിങ്ങൾ എവിടെയായിരുന്നു, ഒരു കാര്യവും മറയ്ക്കാതെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്ന് പറയുന്നതും ഇവിടെയാണ് അടുത്തൊരു കാര്യം പറയുന്നത്. അന്ന് രാത്രി സത്യത്തിലെ ഈവ ക്ലാഡിന്റെ സഹോദരനുണ്ടല്ലോ തീയോ, അവനോടൊപ്പം ഉണ്ടായിരുന്നു. സത്യത്തിൽ ആദ്യം ഇവ സ്നേഹിച്ചത് തീയോനെയാണ്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഇവര് രണ്ടിനും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അതുമല്ല തീയോ ആയിട്ട് സെക്സിൽ ഏർപ്പെടുന്നത് തന്നെ ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൾക്കത് അത്രയും ഫേവററ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം അവൾ കണ്ണുറക്കുമ്പോൾ അടുത്ത് തീയോ ഇല്ല. അവൾ എഴുന്നേറ്റ് വെളിയിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് തീയോ വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് സംസാരിച്ച് ചിരിച്ചു കളിച്ചിരിക്കുന്നു. അങ്ങനെ ഇതുകൂടി കാണുന്നതും ഇവയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൾ നേരെ അവളുടെ റൂമിലേക്ക് വരും. അവൾക്കാണെങ്കിൽ ഒരു ഡയറി ഉണ്ട്, അതിൽ തീയോ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ആ ഡയറി എടുത്തിട്ട് നേരെ കാടിനടുത്തുള്ള ഒരു പുഴയുടെ അടുത്തേക്ക് വന്ന് അവിടെ ഇരുന്ന് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഇവ ഇവിടെ എഴുന്നേറ്റിട്ട്, ഡോക്ടർ അന്ന് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു, ഞാൻ അതുവരെ ടെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ വെച്ച് മാർത്ത എന്നോട് ചോദിച്ചു നറ്റീല എവിടെയെന്ന്. അങ്ങനെയാണ് ഞാൻ ഇതുവരെയും കരുതിയിരുന്നത്, പക്ഷെ അങ്ങനെയല്ല, ഞാനിപ്പോ ആ പുഴയുടെ അടുത്ത് പോയി ഇരിക്കുമായിരുന്നു. അപ്പോഴേക്കും ആ ഡോക്ടർ പറയും, ഓക്കെ ഞാൻ നറ്റാലിയുടെ കേസ് നല്ലതുപോലെ പഠിച്ചിരുന്നു. അന്നത്തെ ദിവസം നറ്റാലിയുടെ ബോഡി കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആ പുഴയുടെ അടുത്തൂടെ ആരോ സൈക്കിളിൽ പോയിരുന്നു. അപ്പോൾ പുഴയുടെ അടുത്ത് ഏതൊരു പെണ്ണിരിക്കുന്നതായിട്ട് അയാൾ കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇവ ഇപ്പൊ നമ്മൾ ഏകദേശം അടുത്ത് വന്നു, അടുത്ത് എന്താണെന്ന് നല്ലതുപോലെ ആലോചിച്ച് പറയാൻ പറയുമ്പോൾ ഇവ വീണ്ടും അത് ആലോചിക്കുകയാണ്. കാണിക്കുമ്പോഴത്തേക്കും അവൾ അന്ന് ആ പുഴയുടെ അടുത്തിരുന്ന് ഡയറി വായിച്ച് ഇപ്പൊ അത് അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് കാടിനകത്തേക്ക് നടന്നു പോകും. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഏതോ ഒരു ഭാഗത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അവൾ നടന്ന് ചെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് അവൾ അവിടെ നിന്നും മാറിപ്പോകുന്നത് വരെ കാണിച്ചിട്ട് ഇവ പെട്ടെന്ന് കണ്ണൂർന്ന് എഴുന്നേൽക്കാണ്. അപ്പോഴേക്കും ആ ഡോക്ടർ പറയും, ഇവ നീ കുറെ ടെൻഷൻ ആവുന്നുണ്ട്, ഇതുവരെ ഓക്കെയാണ്, ഇനി എന്തായാലും അധികം ടെൻഷൻ ആവണ്ട, നമുക്ക് അടുത്ത സെക്ഷനിൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നും പറഞ്ഞ് ഇവയെ അവിടെ നിന്നും പറഞ്ഞുവിടും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവ നേരെ പോകുന്നത് അലന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ സ്ഥലത്തേക്കാണ്. അങ്ങനെ അവിടേക്ക് നമ്മുടെ ഇവ ചെല്ലുമ്പോഴത്തേക്കും അവിടെ തീയോയുടെ ഭാര്യ എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്റർവ്യൂ നടക്കാൻ പോവാണ്. അതുമല്ല അലൻ ആ ഒരു ബുക്ക് എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മെയിൽ ഷോവനിസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെയാണ്. പെണ്ണുങ്ങൾ എപ്പോഴും ആണുങ്ങൾക്ക് അടിമയായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സെക്ഷൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം പെണ്ണുങ്ങൾ ഉണ്ടാവേണ്ടത്. ഈ രീതിയിലാണ് അവന്റെ ചിന്താഗതി. അതുപോലെയാണ് അവൻ ആ ബുക്കുകളെല്ലാം എഴുതുന്നത്. അപ്പൊ ആങ്കറായിട്ടുള്ള ആ ലേഡി ചോദിക്കും, ഇങ്ങനെയെല്ലാം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായമാണോ അതോ കഥയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ മനഃപൂർവ്വം എഴുതിയിട്ടുള്ളതാണോ? അപ്പോൾ എല്ലാം പറയും, ഇതെന്റെ അഭിപ്രായമോ അല്ല, കഥയിൽ ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ വെറുതെ എഴുതുന്നതോ അല്ല, ഈ ലോകത്തെന്താണ് സത്യത്തിൽ നടക്കുന്നത് അത് തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ നിങ്ങൾ തന്നെ പറയും, എല്ലാ പെണ്ണുങ്ങളും എന്തിനാണോ ഈ ലോകത്തുള്ളത്? ആണുങ്ങളെ സന്തോഷപ്പെടുത്താൻ വേണ്ടി. ഇതിലെന്ത് മാറ്റമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്കും അത് കറക്റ്റ് ആയിട്ട് തോന്നില്ല. ഒരുപാട് പേര് എഴുന്നേറ്റ് നിന്ന് അലനെതിരെ ഇങ്ങനെ പറയുന്നുണ്ട്, ഹേയ് നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ എഴുതാൻ കഴിയും, സ്ത്രീകളെ പറ്റി ഒരിക്കലും ഇതുപോലെ തെറ്റായിട്ടൊന്നും പറയരുതെന്നല്ല പറയുമ്പോൾ അലൻ ഇപ്പോൾ അവരോട് പറയും, ഓക്കെ വലിയ ഹീറോ ആയിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് സ്ത്രീകളോട് തന്നെ ചോദിക്കും, അവർ തന്നെ പറയും അവരെന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് അവൻ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാതെ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഈ ഇന്റർവ്യൂ നടക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ ഈ സംഭവത്തെ പറ്റി നല്ലതുപോലെ ചർച്ചയാവുന്നുണ്ട്. അങ്ങനെ ഇവർ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഇവരുടെ സുഹൃത്ത് ഇവയോട് ചോദിക്കുന്നത്, അല്ല അലൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ, അവൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വീട്ടിൽ ഞങ്ങളോട് ആരോടും ഇതുപോലെയൊന്നും പെരുമാറത്തില്ല, അലന്റെ ഇങ്ങനെയുള്ളൊരു വശം ഞാൻ ഇതുവരെയും കണ്ടില്ല എന്ന് ഇവ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവ വീണ്ടും ആ ഡോക്ടറെ കാണാനായിട്ട് പോവാണ്. കഴിഞ്ഞ ദിവസം അവൾ എന്താണോ കണ്ടത് അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ പറയുന്നു. ഇവ ആ കാടിനുള്ളിലൂടെ നടന്നു പോകുമല്ലോ. അങ്ങനെ അവൾ നടന്നു ചെല്ലുന്നത് പുഴയുടെ അടുത്തായിട്ടുള്ള ഒരു കരയിലേക്കാണ്. അവിടെ നറ്റാലി ഇരിക്കുന്നു.
അതും വളരെ ടെൻഷനായിട്ട്. അപ്പോൾ ഇവ അവളുടെ അടുത്തേക്ക് ചെന്ന്, ഹേയ് നറ്റാലിയ, നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഇവ, എൻ്റെ ചുറ്റിനുള്ള ഒരു കാര്യവും സത്യമല്ല. നിനക്കറിയാലോ, അലൻ ഒരിക്കലും എൻ്റെ യഥാർത്ഥ അച്ഛനല്ല. അതോടെ അയാളെ പറ്റിയുള്ള ആ കാര്യം ഞാൻ മറക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ സ്കൂൾ മേറ്റുള്ള ടെസ്സില്ലേ, അവളുമായിട്ട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന ആ കാര്യം ഞാൻ കണ്ടിരുന്നു. അതും എൻ്റെ കൺമുന്നിൽ വെച്ച്. ഞാനത് കണ്ടെന്ന് അയാൾ കണ്ടിട്ടും അതിലൊരു മാറ്റവും വരുത്താതെയാണ് അയാൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യം ഡോക്ടറിനോട് പറയുമ്പോഴത്തേക്കും ഡോക്ടർ ഇവയോട് പറയും, അപ്പോൾ ആ കുടുംബത്തെ വിട്ട് നീ കുറച്ച് അകന്നു പോകാനായിട്ട് ഇതും ഒരു കാരണമായിരിക്കാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെ മതി. അടുത്ത സെക്ഷനിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ ഇവ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ ഇവ നേരെ പോലീസുകാരോട് ചോദിക്കും, അല്ല എന്തുകൊണ്ട് എന്നോട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, 25 വർഷങ്ങൾക്ക് മുന്നേ നറ്റാലി എഴുതിയ ഒരു ഡയറി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഡയറിയിൽ നിങ്ങളുടെ കൈയക്ഷരം ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഇവ പറയും, അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡയറിയാണ് എഴുതുന്നത്. അപ്പോൾ ആ പോലീസുകാർ ഇവയോട് ചോദിക്കും, പക്ഷെ അതിൽ ചില പേജുകൾ ഇല്ലായിരുന്നു, അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ, സത്യത്തിൽ നമ്മുടെ ഇവ അന്ന് അവളുടെ ആ ഒരു ഡയറി എടുത്തുകൊണ്ട് വന്നിട്ട് അന്ന് ആ പുഴയുടെ അടുത്ത് ഈ വന്നിരുന്നിട്ട് ഈ ഡയറി വായിച്ചുകൊണ്ടിരിക്കുമല്ലോ, അതിൽ തിയോയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ പേജുകൾ മാത്രം അവൾ വലിച്ചു കീറി ആ പുഴയിലേക്ക് എറിയുമായിരുന്നു. ഈ കാര്യത്തെ പറ്റി ആ പോലീസുകാരോട് പറയാനായിട്ട് അവൾക്ക് വലിയ താല്പര്യമില്ല. ഇപ്പം ആ പോലീസുകാർ ചോദിക്കും, ആ കീറിപ്പോയ ഭാഗത്ത് നിങ്ങളുടെ കൈയക്ഷരമായിരുന്നു, ആ പേജുകളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അതുപോലെ നറ്റാലിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലൂക്കയുടെ മേളിൽ നിങ്ങൾക്കൊരു കണ്ണുണ്ടായിരുന്നു, ആ കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇവ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഈ പോലീസുകാരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ കേസ് ഇവയുടെ നേർക്കാണ് തിരിയുന്നത് എന്നുള്ള രീതിയിലാണ്. കാരണം അവരിപ്പോൾ അവളെ സംശയിക്കുന്നത് പോലെയാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ നമ്മുടെ ഈവ അന്ന് രാത്രി തിയോടൊപ്പമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള സത്യം പോലീസുകാരോട് പറയും. അതുമല്ല, അടുത്ത ദിവസം തിയോ മറ്റൊരു പെണ്ണോട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് അവനോടുള്ള ആ ഒരു ദേഷ്യം കാരണം ഡയറിയിൽ അവനെ പറ്റി എഴുതിയ കാര്യങ്ങൾ ആ പേജാണ് ഞാൻ വലിച്ചേറി കളഞ്ഞത്. അപ്പോഴാണ് ആ പോലീസുകാരി അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്, അല്ല അന്ന് ആ കോൺട്രാക്ടേഴ്സ് നിങ്ങൾ തോണ്ടണ്ട എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തോണ്ടിയപ്പോൾ പെട്ടെന്ന് നിന്ന് അത് തടയാൻ ശ്രമിച്ചല്ലോ, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഇവയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ കയറാൻ തുടങ്ങി. ഹേയ്, നിങ്ങളെന്താ എന്നെ സംശയിക്കുകയാണോ? ഞാനാണ് ആ ഒരു ഗസ്റ്റ് ഹൗസ് കെട്ടാനുള്ള ആർക്കിടെക്ട്. ആ സ്ഥലത്ത് ഗസ്റ്റ് ഹൗസ് കെട്ടാനായിട്ട് ഞാൻ ഒരിക്കലും പ്ലാനിലിട്ടില്ലായിരുന്നു. അവിടെ അവർ ചെയ്തപ്പോൾ അത് തെറ്റായിട്ട് തോന്നി, അതുകൊണ്ടാണ് അവരെ പോയി സ്റ്റോപ്പ് ചെയ്തത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പോലീസുകാരൻ പറയും, മാഡം, ഇപ്പോൾ സംശയം മുഴുവൻ നിങ്ങളുടെ മുകളിലാണ്, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഈ നാട് വിട്ട് നിങ്ങൾ വെളിയിലേക്ക് പോകണ്ട, ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് അവൾ എവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും ഇപ്പോൾ ഇവ അവിടെ നിന്ന് നേരെ വരുന്ന ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയും, ഡോക്ടർ, ഇപ്പോൾ അവരെല്ലാവരും ആ പോലീസുകാരി സംശയിക്കുന്നത് എന്നെയാണ് എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ പറയും, ഓക്കെ ഇവ, ആദ്യം നറ്റാലിയ മരിച്ചെന്നറിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ഓർമ്മകളും ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഓർമ്മകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ചിന്തിക്കാം. സത്യത്തിൽ നറ്റാലിയ മരിച്ച ആ ഒരു കാരണം നമുക്ക് കണ്ടുപിടിക്കാം. അന്ന് നിങ്ങൾ ആ ഒരു പുഴയുടെ അടുത്തിരുന്ന് ആ പേപ്പറുകളെല്ലാം വലിച്ചു കയറി കളഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഈവ ആ പേപ്പറെല്ലാം വലിച്ചു കയറി കളഞ്ഞിട്ട് കാടിനടുത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു ശബ്ദം കേട്ട് അവിടേക്ക് ചെന്ന് നോക്കി ഇങ്ങനെ ഞെട്ടുമല്ലോ. സത്യത്തിൽ നറ്റാലിയുടെ കഴുത്ത് ആരോ ഒരാൾ പിടിച്ച് ഞെരിക്കുമായിരുന്നു. അത് വേറെ ആരുമല്ല, അലനാണ് എന്നിങ്ങനെ പറയുന്നത്. ഇപ്പോ ഈവ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അത് അലൻ തന്നെയാണ്, നറ്റാലിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചത് അലൻ തന്നെയാണ്, അത് കണ്ടിട്ടും അവളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യവും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വെക്കുമ്പോഴത്തേക്ക് ആ ഡോക്ടർ പറയും, ഓക്കെ ഇവ, നിങ്ങൾ കുറച്ചേ സമാധാനപ്പെട്, ഒന്ന് കൂളാവ്, എന്നിട്ട് ഇതിനെപ്പറ്റി വേറെ ആരോടും ഒരു കാര്യം സംസാരിക്കരുത്. അടുത്ത സെക്ഷനിൽ നമുക്ക് നോക്കാം, നിങ്ങൾ എന്തായാലും ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞ് ഇവയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇതുകൂടി ആവുന്നത് നമ്മുടെ ഇവയ്ക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, കാരണം ഈ കാര്യം മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് വീട്ടിൽ ആരോ വന്നിട്ടുണ്ട്. വന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ക്ലാഡ് പെട്ടെന്ന് തന്നെ വന്ന് ഇവയെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ മാർത്ത മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവൻ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയാണ്. അങ്ങനെ ക്ലാഡും അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, കാരണം അവൾക്കും മാർത്തയെ അത്ര ഇഷ്ടമായിരുന്നു. എന്നിട്ടാണ് നമ്മുടെ ക്ലാഡിനെ സമാധാനപ്പെടുത്തുന്നത്. എന്നിട്ട് ക്ലാഡിനോട് പറയും, ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്, നീ സമാധാനമായിട്ട് ആ കാര്യം കേൾക്കണം. വേറൊന്നുമല്ല, അലനാണ് നറ്റാലിയെ കൊന്നത്, എനിക്കിപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേട്ട ക്ലാഡ്, ഹേയ് ഇവ, നീ എന്തൊക്കെയാ പറയുന്നത്? നീ ആരുടെ മേലാണ് ഈ ഒരു കുറ്റങ്ങളെല്ലാം വിൽക്കുന്നതെന്നറിയോ? അതും എൻ്റെ അച്ഛൻ്റെ മുകളിലെ 25 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിനക്ക് ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാ മനസ്സിലാവുന്നത്? നമ്മുടെ കയ്യിൽ മതിയായിട്ടുള്ള തെളിവുകളില്ല. പോലീസുകാർ ഇപ്പോഴും ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സത്യം കണ്ടുപിടിച്ചോളും. അതുകൊണ്ട് നീ ഒരിക്കലും എൻ്റെ അച്ഛനാണ് എൻ്റെ സഹോദരി നറ്റാലിയെ കൊന്നതെന്ന് മറ്റാരോടും പറയരുത്. അത് ഞങ്ങളുടെ കുടുംബത്തിന് എന്നെ നാണക്കേടാണെന്ന് പറയുമ്പോൾ ഇവ പെട്ടെന്ന് ക്ലാഡിനെ നോക്കിയിട്ട്, ഹോ, നിനക്ക് നിന്റെ കുടുംബത്തിന്റെ മാനമാണ് അത്ര വലുത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിന്റെ അച്ഛൻ തന്നെയാണ് നറ്റാലിയെ കൊന്നത്. അപ്പോഴേക്കും ക്ലാഡ് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പോയി മുഖം കഴുകി അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ, നീ പറയുന്നത് ശരിയാണെങ്കിൽ ഇതെങ്ങനെ നമ്മൾ തെളിയിക്കും? എൻ്റെ അച്ഛനെ പറ്റിയുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യവും നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. അപ്പോൾ ഇവ പറയും, ഓക്കെ, നിന്റെ അച്ഛൻ ജോലി ചെയ്യുന്ന ആ ഒരു ഓഫീസ് അത് വീടിനകത്തല്ലേ?
അതിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടും. ആ കീ എപ്പോഴും നിന്റെ അച്ഛൻ്റെ കൂടെയാണുള്ളത്. അത് നീ എടുത്തു തന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നതും ക്ലാഡ് പറയും ഓക്കെ ഞാൻ എടുത്തു തരാം, പക്ഷേ അതുവരെയും ഇതിനെപ്പറ്റി വേറെ ആരോടും പറയരുത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ യുവ പറയും ഓക്കെ അതിനു മുന്നേ എനിക്കൊരു ജോലിയാണെന്ന് പറഞ്ഞിട്ട് നേരെ ടെസ്സിനെ കാണാനായിട്ടാണ് പോകുന്നത്. നറ്റാലിയ പറഞ്ഞ ഇവരുടെ ക്ലാസ്മേറ്റ് ഉണ്ടല്ലോ അലനുമായിട്ട് ഒന്നായിട്ടിരുന്നെന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ്, അവള് ഇപ്പോൾ ടെസ് ഒരു ലൈബ്രറി നടത്തുകയാണ്. അങ്ങനെ ഇവ നേരെ ടെസ്സിനെ കാണാൻ പോയിട്ട് അന്ന് നടന്ന ആ ഒരു കാര്യം, അലനുമായിട്ട് സംഭവിച്ച ആ ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കും. അയാൾ നിന്നെ ഭീഷണിപ്പെടുത്തിയാണോ അത് ചെയ്തത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ടെസ് വളരെ നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. നറ്റാലിയോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരുമായിരുന്നു. അതുമല്ല അങ്ങനെയാണ് അലനെ കണ്ട് കുറച്ച് ഇംപ്രസ് ആയത്. അതിനുശേഷമാണ് അലനുമായിട്ട് ആ രീതിയിലുള്ളൊരു ബന്ധം ഞാൻ കൊണ്ടുപോയത്. ഇതാണ് സത്യത്തിൽ അന്ന് നറ്റാലിയെ കണ്ടത്. അതിനെപ്പറ്റി അവൾ എന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ അടുത്ത ദിവസമാണ് അവളെ കാണാതായത്. ഇതല്ലാതെ എനിക്ക് പറയാനായിട്ട് വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവയും വലിയ രീതിയിലൊന്നും ചോദിക്കത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇവ നേരെ പോകുന്നത് മാർത്തയുണ്ടല്ലോ അവരുടെ മരണാനന്തര ചടങ്ങിലേക്കാണ്. ഈ ബാലനാണെങ്കിലോ അവിടെ നിന്ന് നല്ലതുപോലെ കരയുന്നത്, ബാക്കി എല്ലാവരും ഇത് കണ്ട് നല്ലതുപോലെ കരയുന്നതും. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നവർക്കെല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി ആഹാരം എല്ലാം കൊടുക്കുകയാണ്. ക്ലാഡ്, തീയയുടെ ഭാര്യ, പിന്നെ പോളിന്റെ ഭാര്യ, ആലൻ, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോഴാണ് ആലൻ എല്ലാവരോടും പറയുന്നത് ഇപ്പോൾ എനിക്ക് ബാക്കിയുള്ളത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത് കേട്ട പോള് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഓ അപ്പോൾ എന്നെ നിങ്ങളോടൊപ്പം നിങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ തീയ പറയും ദേ നീ എൻ്റെ സഹോദരിയോടൊപ്പം ചുറ്റി നടക്കുമായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് നിന്നെ സംശയിച്ചത്. ഇന്ന് നടന്ന സംഭവം അതും കൂടി ചേർത്തിട്ട് നീ ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ പോള് പെട്ടെന്ന് തീയനെ നോക്കിയിട്ട് ഓ അപ്പോൾ നീ അത്ര നല്ലവനാണെന്നാണ് പറയുന്നത്. ഒരു പെണ്ണിനെ പോലും നീ വിട്ടുവെച്ചിട്ടുണ്ടോ? ഒരു തവണ നീ നറ്റാലിയയ്ക്ക് ഉമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ കാരണമായിരിക്കും ചിലപ്പോൾ അവള് പ്രഗ്നന്റ് ആയത് എന്ന് തീയുടെ മേളിൽ എല്ലാ കുറ്റം കൂടി കൊണ്ട് ഇട്ടു കൊടുക്കുന്നതും തീയ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ദേ നോക്ക് സത്യത്തിൽ അവൾ എൻ്റെ സഹോദരി പോലും അല്ല, പിന്നെ ആ പ്രായത്തിൽ അതങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് എല്ലാം കൂടി എൻ്റെ മണ്ടയ്ക്ക് കൊണ്ടിടരുത്. അപ്പോൾ പോള് പറയും എങ്ങനെ മിണ്ടാതിരിക്കും, നീ ഒരു പെണ്ണിനെ പോലും ഇതുവരെയും വിട്ടുവെച്ചിട്ടില്ല, നീ കാരണം എത്ര പെൺകുട്ടികളാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളത്, അതുപോലെ ആയിരിക്കും നറ്റാലിയയും എന്ന് തീയോനെ നോക്കി പറയുന്നതും ഇതെല്ലാം അടുത്തിരുന്ന് തീയുടെ ഭാര്യയും കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് അവൾ പറയുന്നത് ദേ ഒന്ന് നിർത്ത്, നിങ്ങൾ പറയുന്നത് പോലെ തീയോ കാരണം ആരും പ്രഗ്നന്റ് ആവത്തില്ല, കാരണം അവനൊരിക്കലും ഒരച്ഛനാവാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി അവനെ നാണം കെടുത്തി വിടുകയാണ്. ഇത് കേട്ട തീയോക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല, ഒന്നും നാണക്കേട് മറുത്തൊന്നും പറയാനും കഴിയത്തില്ല. എന്നിട്ട് തീയോടെ ഭാര്യ അവിടെ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് പോകുന്നതും ഇപ്പൊ പോളിന്റെ ഭാര്യ അവളെ സമാധാനപ്പെടുത്താൻ വേണ്ടി പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ അലനെ നോക്കുമ്പോൾ അലൻ പറയും എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ആകെ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്, അതുകൊണ്ട് പരസ്പരം കുറ്റം എല്ലാവരുടെ മേളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്, അതുകൊണ്ട് എല്ലാവരും കുറച്ച് സമാധാനമാവണം, ഇനി ഒരു മരണം എന്നെ കൊണ്ട് താങ്ങാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് സംസാരിക്കുമ്പോൾ ക്ലാഡ് പെട്ടെന്ന് അച്ഛാ കീയിങ്ങതാ, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ആ ഒരു ഡ്രിങ്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അലന്റെ കയ്യിൽ നിന്ന് ആ ഒരു കീയും വാങ്ങി നേരെ കിച്ചന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിൽ നിന്നും അവന്റെ റൂമിന്റെ കീ ഉണ്ടല്ലോ അത് മാത്രം ഊരിയെടുക്കും. അപ്പോഴാണ് ഇവ പെട്ടെന്ന് എഴുന്നേറ്റ് സോറി അലൻ എനിക്ക് പോകാൻ ടൈമായി എന്ന് പറഞ്ഞ് നേരെ ക്ലാഡിനെ കാണാൻ വേണ്ടി ആ ഒരു കിച്ചണിലേക്ക് ചെല്ലും. ക്ലാഡ് എന്താ ചെയ്യുന്നത് വെച്ചാല് ആ കീ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഡ്രിങ്കും കൊണ്ട് നേരെ അലന്റെ അടുത്തേക്ക് പോവും. ഈ സമയം കൊണ്ട് നമ്മുടെ ഇവ ആ കീയും എടുത്ത് നേരെ അലന്റെ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് ആ റൂമിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമെന്ന് ആ റൂം മുഴുവൻ നല്ലതുപോലെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ക്ലാഡാണെങ്കിലോ എല്ലാവർക്കും ആ ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്ത് നോർമലായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവ ആ റൂം മുഴുവനായിട്ട് പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും അലൻ എഴുതുന്ന ഒരു ഡയറി ഉണ്ട്. അതിൽ 2007 എഴുതിയിട്ടുള്ള ഒരു ഡയറി ഉണ്ട്. അങ്ങനെ ആ ഡയറി നമ്മുടെ ഇവ എടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും ഇപ്പൊ ഓരോരുത്തരായിട്ട് ഈ വീട്ടിൽ നിന്ന് പോകുന്നു. അലനാണ് എല്ലാവർക്കും യാത്ര പറഞ്ഞവരെ പറഞ്ഞു വിടുന്നത്. അപ്പോഴാണ് അലൻ ഇവയുടെ വണ്ടി ഉണ്ടല്ലോ വെളിയിൽ നിൽക്കുന്നത് അവ ശ്രദ്ധിക്കുന്നത്. നേരത്തെ അവള് വെളിയിൽ പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് പോയത്, പക്ഷെ അവള് പോയിട്ടില്ല. പക്ഷെ അവളുടെ വണ്ടി ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ അവന് സംശയമായി. അപ്പോഴാണ് ഇവ അവന്റെ ആ ഒരു ഡയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഡയറിയുടെ ഓരോ പേജായിട്ട് ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ അതിനകത്ത് കീറിയൊരു പേപ്പർ ഇരിക്കുന്നു. അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. ഈ പേപ്പർ നമ്മുടെ ഇവയെ നറ്റാലി എഴുതുന്ന ആ ഒരു ഡയറി ഉണ്ടല്ലോ ആ ഡയറിയിലെ പേജാണ്, അതും നറ്റാലി എഴുതിയൊരു പേജ്. അങ്ങനെ ഇത് കാണുന്നത് ഇവ നല്ലതുപോലെ ഷോക്കാവും. അതേപോലെ തന്നെ കറക്റ്റ് സമയത്ത് അലനും ക്ലാഡും ആ റൂമിനകത്തേക്ക് കയറിയും വരുന്നു. അപ്പോഴാണ് ഇവ പെട്ടെന്ന് ആ ഒരു ലെറ്ററിന്റെ പേജ് എടുത്ത് കാണിച്ചിട്ട് ഈ പേപ്പർ നിങ്ങളുടെ ഡയറിയിൽ എങ്ങനെ വന്നു, ഇത് നറ്റാലി എഴുതിയതാണ്. അപ്പോഴാണ് അലനൊന്നും മനസ്സിലാവാതെ അവൻ തിരിഞ്ഞ് ക്ലാഡിനെ നോക്കുന്നു. അങ്ങനെ ഇവ ആ ലെറ്റർ വായിക്കാണ്. ഇപ്പൊ അതിൽ നറ്റാലി എഴുതിയിട്ടുള്ളത് ആരെ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ കുടുംബം കാരണം ഞാൻ ഒരുപാട് നാണക്കെട്ടു. ഇന്ന് ഈ കുടുംബത്തിന്റെ അടുത്ത അവകാശി എന്റെ വയറ്റിലുണ്ട്, പക്ഷേ ഈ കുഞ്ഞിനെ ചുമക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇതിനൊരു തീരുമാനം എടുക്കാനായിട്ട് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വായിച്ചിട്ട് ഇവ പെട്ടെന്ന് എന്തുകൊണ്ടാലൻ നിങ്ങളുടെ മകളെ ഈ അവസ്ഥയിലാക്കിയല്ലോ എന്ന് പറഞ്ഞ ആ ലെറ്ററും എടുത്ത് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു.
അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഇവർ വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇവയോടൊപ്പം ക്ലാഡും ഉണ്ട്. അപ്പോൾ ക്ലാഡ് പറയും പോലീസുകാർ ലെറ്റർ പരിശോധിച്ചു, അത് 100% നറ്റാലിയ എഴുതിയത് തന്നെയാണ്. അച്ഛനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കുറച്ച് നാളോട് കഴിയട്ടെ, അത് കഴിഞ്ഞ് നമുക്കെല്ലാം നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ ന്യൂസിലെല്ലാം ഇതേ കാര്യം തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവയുടെ മകൻ ജൂലിയൻ ഉണ്ടല്ലോ, അവൻ അലനെ ഒരു ഗോഡ് ഫാദർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അയാൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോഴത്തേക്കും അവനൊരിക്കലും അത് സഹിക്കാൻ കഴിയുന്നില്ല, അവന് നല്ലതുപോലെ കരയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ അറസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരുപാട് ദിവസം കഴിഞ്ഞ് എല്ലാം നോർമലായിട്ട് തന്നെ പോവാണ്. അപ്പോഴാണ് ക്ലാഡ് ഇവയെയും അതേപോലെ തന്നെ ജൂലിയനെയും കൊണ്ട് അവന്റെ അച്ഛൻ കഴിഞ്ഞ ആ വീടുണ്ടല്ലോ അവിടേക്ക് താമസിക്കാന്ന് പറഞ്ഞ് പോവാണ്. കാരണം ഇപ്പൊ അവിടെ വേറെ ആരുമില്ല. അതുമല്ല നമ്മുടെ ഇവയും ഇപ്പോഴാണ് കുറച്ച് നോർമലായത്. ക്ലാഡുമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം തീർന്നു, ഫാമിലിയായിട്ട് നല്ലതുപോലെ അവൾ പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇവർ സാധനങ്ങളെല്ലാം അവിടെ ഇറക്കി വെച്ച് ഓരോന്നിട്ട് ഇങ്ങനെ അടുക്കുമ്പോഴത്തേക്കും ഇവ പറയും ശരി ഞാൻ ഇന്ന് വെളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വീടിന്റെ പുറകിലുള്ള ആ ഒരു പുഴയുണ്ടല്ലോ അതിനടുത്തേക്ക് നടന്നു പോകും. അങ്ങനെ അവിടെ വന്ന ആ ഒരു പുഴയുടെ അടുത്തേക്ക് നിന്നിട്ട് കയ്യിലുള്ള കുറെ കമ്പുകളുണ്ട്, അത് ഓരോന്നായിട്ട് ഒടിച്ച് ഈ പുഴയിലേക്ക് ഇങ്ങനെ എറിയുമ്പോഴത്തേക്കും അവൾക്ക് എന്തോ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് വെളിയിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ വരുന്നത് എവിടെയാണെന്നറിയോ, നറ്റാലിയെ കുഴിച്ചിട്ടല്ലോ ആ സ്ഥലത്തേക്ക്. അതുമല്ല ആ സ്ഥലം കാണുമ്പോഴത്തേക്കാണ് അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. ഇവിടെയാണ് പാർട്ടി നടക്കുമ്പോൾ ക്ലാഡ് ആ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് സ്റ്റാൻഡെല്ലാം വെച്ചിട്ട് തീയെല്ലാം കൂട്ടിയിട്ട് ബാർബിക്യൂ ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെ ഇതാലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ക്ലാഡ് പുറകിൽ വന്നിട്ട് ഹേയ് എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അല്ല നറ്റാലിയുടെ ശരീരം എടുത്ത ആ സ്ഥലവും പാർട്ടിയിൽ ബാർബിക്യൂ ചെയ്ത സ്ഥലവും ഒരേ സ്ഥലമാണ്, ഇതെങ്ങനെ പോസിബിൾ ആവും? എന്തോ ഒരു കാര്യം തെറ്റായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ക്ലാഡ് പെട്ടെന്ന് ഇവയെ നോക്കിയിട്ട് ഹേയ് നീ അത്ര ആഴത്തിൽ ചിന്തിക്കണ്ട, ഇതുപോലെ ഒരു തവണ ചിന്തിച്ചിട്ടാണ് നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കുണ്ടായത്. ഇപ്പൊ എല്ലാം അവസാനിച്ച് നമ്മൾ നല്ലതുപോലെ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നത്. ഇവിടെ വന്ന് വീണ്ടും ഇതുപോലെ നറ്റാലിയെ പറ്റി ആലോചിക്കാതെ ഇനിയുള്ള ലൈഫ് നമുക്ക് നല്ലതുപോലെ ജീവിക്കാം എന്ന് പറഞ്ഞ് ഇവര് 3 പേരും രാത്രിയിൽ ഇരുന്ന് ആഹാരം കഴിക്കാണ്. പക്ഷെ നമ്മുടെ ഇവയ്ക്ക് ഇപ്പോഴും അതേ ചിന്ത തന്നെയാണ്. അപ്പോഴാണ് ജൂലിയൻ അമ്മയുടെ ഫോട്ടോയും അതേപോലെ തന്നെ നറ്റാലിയുടെ ഫോട്ടോയും ഒരുമിച്ച് കണ്ടിരുന്നു. രണ്ടുപേരും കാണാൻ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനെപ്പറ്റി മുത്തശ്ശി മാർത്ത എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാല് ആരാണ് നറ്റാലിയ ആരാണ് ഇവ എന്നുള്ള കൺഫ്യൂഷൻ വരുമല്ലോ. എന്നല്ല ഇവനിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട് ഇവയ്ക്കാണെങ്കിലോ ആകെ വട്ടാവുന്നു. അങ്ങനെ ഇവ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവളുടെ ശരീരം തോണ്ടിയെടുത്തല്ലോ ആ സ്ഥലത്തേക്ക് തന്നെ വന്ന് നിൽക്കും. അപ്പൊ ക്ലാഡ് പുറകെ വന്നിട്ട് എന്താ ഇവ നിനക്ക് എന്താ സംഭവിച്ചേ? അപ്പൊ ഇവ പറയുമില്ല ഞാൻ എന്തോ ഒരു കാര്യം തെറ്റായിട്ട് കണ്ടു എന്ന് പറയുമ്പോ എന്റെ അച്ഛൻ നറ്റാലിയെ കൊന്നായിട്ടല്ലേ നീ കണ്ടത് എന്ന് പറയുമ്പോ അവളിപ്പോ ആലോചിക്കുന്നു ഇപ്പൊ അലനും അതേപോലെ തന്നെ ടെസ്സും റൊമാൻറ്റിക് ആയിട്ടിരുന്നല്ലോ ആ കാര്യം നടന്ന അതേ സ്ഥലത്ത് അവര് രണ്ടുപേരും ഉള്ളതായിട്ടും അതേപോലെ തന്നെ അതേ സ്ഥലത്ത് വെച്ച് തന്നെ നറ്റാലിയെ അലൻ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതായിട്ടാണ് അവളിപ്പോ ചിന്തിക്കുന്നത്. അപ്പൊ ഇവ പറയും ഇല്ല അവിടെ വേറെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഞാൻ വേറെ എന്തോ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടതും അവിടെ സംഭവിച്ച കാര്യം തമ്മിൽ എന്നെ കൺഫ്യൂഷൻ ആക്കിയേക്കാണ്. അങ്ങനെയാണെങ്കിൽ അലൻ ഒരിക്കലും നറ്റാലിയെ കൊന്നിട്ടില്ല, ഇവിടെ വേറെ എന്തോ ഒരു കാര്യമാണ് സംഭവിച്ചത്. ആ പാർട്ടിയിലെ ക്ലാഡ് തീയ അതേപോലെ തന്നെ ഇവര് മുന്നിൽ നിൽക്കുന്നു. അപ്പൊ ആ ഒരു ജനാലയുടെ അടുത്ത് ചാരി നിൽക്കുന്നതാണ് തീയ. ഇപ്പൊ തീയോ ഇവയോട് പറയും രാത്രിയിലെ ബാർബിക്യൂ ഇവിടെ ചെയ്യണ്ട, നമുക്ക് വെളിയിൽ പോയി ചെയ്യാം, അവിടെ ഇരിക്കുന്നാലേ രസം ഉണ്ടാവുന്നത്, ഇവിടെ നിന്ന് വെറുതെ സമയം വേസ്റ്റ് ആക്കണമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് കേട്ട് നമ്മുടെ ഇവയ്ക്ക് അത്രയും സന്തോഷമുണ്ട്. ഇത് പുറകിൽ നിൽക്കുന്ന നമ്മുടെ ക്ലാഡ് കണ്ടിട്ട് അവനും വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ അവർ പറഞ്ഞ അതേ സ്ഥലത്ത് ആ ബാർബിക്യൂ ചെയ്യുന്ന സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ആ ഒരു സ്റ്റാൻഡ് ഇല്ലായിരുന്നു. ഇവ അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ തീയ അടുത്ത് നിൽക്കുമ്പോൾ അവനോട് ചോദിക്കും അല്ല ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഇത് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ തീയ പറയും അത് ക്ലാഡാണ് ഇന്നലെ രാത്രി തന്നെ ഈ കാര്യം ചെയ്തത്, അവന്റെ ഉള്ളിലെ ഇത്രയും ടാലന്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്ന് തീയ എന്നോട് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നറ്റാലി എഴുതിയിരുന്ന ആ ഒരു ലെറ്ററിൽ ഈ കുടുംബത്തിന്റെ അവകാശി എന്റെ വയറ്റിലുണ്ടെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും അതിനെ ചുമക്കാനായിട്ട് അവൾ തയ്യാറല്ലെന്ന് പറഞ്ഞു. അലനോട് ഞാൻ അന്നത് ചോദിക്കുമ്പോൾ അലൻ എന്നോട് ഒരു മറുപടി പറഞ്ഞില്ല. അലൻ തിരിഞ്ഞ് നിന്നെയാണ് നോക്കിയത്. അപ്പൊ ക്ലാഡ് നറ്റാലിയുടെ മരണത്തിന് കാരണം നീയാണോ? അവളുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞ് നിന്റേതാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഒരു 1-1.5 ടെസ്റ്റ്. ക്ലാഡ് ഇപ്പോ ഇവയോട് പറയും അതൊരു ആക്സിഡന്റ് ആയിരുന്നു, എല്ലാം എന്റെ കൈവിട്ട് പോയിരുന്നു, അന്ന് നിന്നെയാണ് ഞാൻ ഒരുപാട് സ്നേഹിച്ചത്, പക്ഷെ നീയാണെങ്കിലോ എപ്പോഴും തീയുടെ പുറകെയായിരുന്നു. അതുപോലെ നറ്റാലിയെ കാണാനായിട്ട് നിന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതുമല്ല അവളെ പറ്റി നിനക്കറിയാലോ, ഒരു പയ്യന്മാരെയും അവള് വെറുതെ വിടത്തില്ല. അങ്ങനെ ഒരു ദിവസമാണ് അവള് കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോയത്. ഞാൻ അകത്തേക്ക് വരുന്നത് കണ്ടിട്ടും അവൾ ഒരു പ്രതികരണവും ഇല്ലാതെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അതും എന്നെ പ്രലോഭിക്കുന്ന രീതിയിൽ അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇവ ചോദിക്കും എടാ അത് നിന്റെ സഹോദരിയാണ്, നിനക്ക് എങ്ങനെ അവളോട് അങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും പക്ഷെ അവൾ എന്റെ യഥാർത്ഥ സഹോദരിയല്ലല്ലോ. അതുമല്ല ഒരു ദിവസം ഞാൻ ആ ഒരു പുഴയിൽ കുളിച്ചോണ്ടിരിക്കുമ്പോൾ മുതുകിൽ ക്രീം തടവണമെന്ന് പറഞ്ഞിട്ട് അവൾ എന്റെ അടുത്തേക്ക് വന്നിരുന്നു. ആ സമയത്താണ് എനിക്കും അവൾക്കും ആ ഒരു കാര്യം സംഭവിച്ചത്. അതിലൂടെയാണ് അവള് പ്രഗ്നന്റ് ആയത്.
ഈ കാര്യത്തെപ്പറ്റി ഞാൻ വേറെ ആരോടും പറയരുതെന്ന് അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷെ അവൾ ഒരിക്കലും കേട്ടില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവളെ കൊല്ലേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ അവളെ കൊന്നിട്ട് ബോഡി എവിടെ ഇടണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ബാർബിക്യൂ ചെയ്ത അതേ സ്ഥലത്ത് ഞാൻ അവളുടെ ശരീരം കുഴിച്ചു മൂടിയത്. അതിന് മുകളിലാണ് ആ ഒരു ബാർബിക്യൂ ചെയ്യുന്ന സ്റ്റാൻഡും ഞാൻ ചെയ്തത്. അപ്പോഴാണ് എല്ലാവരും നറ്റാലി എവിടെയെന്ന് ചോദിച്ച് എന്റെ അടുത്തേക്ക് വന്നത്. നിന്നെ അവളെ കാണാനായിട്ട് ഏകദേശം ഒരുപോലെ തന്നെ ഉള്ളതുകൊണ്ട് നീ ദൂരേക്ക് നടന്നു പോകുമ്പോൾ നിന്നെ ചൂണ്ടിക്കാണിച്ച് ദേ അവള് പോകുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതാണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത്. ഇതൊരു തെറ്റ് തന്നെയാണ്, പക്ഷേ എല്ലാം കഴിഞ്ഞല്ലോ. ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവയ്ക്ക് എങ്ങനെയുണ്ടാവും? നിന്നെ കൊണ്ട് എങ്ങനെ ഇതെല്ലാം കഴിയുന്നേ? അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛന്റെ റൂമിലേക്ക് ചെന്ന് ആ ഡയറിയിൽ അവളുടെ ആ ഒരു ലെറ്റർ വെച്ചതേ നീയാണ്. അതേപോലെ ഞാൻ ആ ഒരു റൂം തുറന്ന് ഇതെല്ലാം കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നീ എന്നോട് അന്ന് അതുപോലെ സംസാരിച്ചത്. അപ്പോ സത്യം പറയും, നിന്റെ അച്ഛൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി എന്തിനാ ഇതെല്ലാം ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, നടന്ന സത്യങ്ങളെല്ലാം ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞിരുന്നു. അപ്പൊ അലൻ പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മുടെ അവകാശി അത് നിന്റെ മകൻ മാത്രമായിരിക്കണം. അതുകൊണ്ട് ഈ കേസിൽ നീ അകത്ത് പോയി കഴിഞ്ഞാല് അതൊരിക്കലും അവന് ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ പോവാം. നമ്മുടെ കുടുംബത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടത് നീയാണ്. അതുമാത്രം നീ ചെയ്താൽ മതി. അതുമല്ല, ഇനി എനിക്ക് ജീവിക്കാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു അലൻ ആ ഒരു കുറ്റം ഏറ്റെടുക്കുമായിരുന്നു. അപ്പൊ ഇതെല്ലാം കേട്ട് ഇവയ്ക്കാണെങ്കിലോ വല്ലാണ്ടായിട്ട് അവള് പറയും, ഇല്ല ഇത്രയൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് തെറ്റ് തന്നെയാണ്, ഞാൻ ഉടനെ തന്നെ പോലീസിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അവളിപ്പോ വീടിനകത്തേക്ക് ഓടിക്കയറും. ക്ലാഡ് അവളുടെ പുറകെ തന്നെ ഉണ്ട്. അതുമല്ല, ഇവരകത്ത് ഓടുന്ന ആ ഒരു ശബ്ദം നമ്മുടെ ജൂലിയനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവയുടെ റൂമിലേക്ക് ക്ലാഡ് കയറി വന്നിട്ട്, ഇത് നോക്കുക ഇവ, എനിക്ക് എന്റെ പേര് അത്രയും പ്രധാനമാണ്. അത് നശിപ്പിക്കാനായിട്ട് ഞാൻ ആരെയും സമ്മതിക്കില്ല. അതുകൊണ്ട് ഇനി നീ ഒരു പ്രശ്നം വലുതാക്കരുത്. ഇല്ലാന്നുണ്ടെങ്കിലേ നിന്റെ കാര്യം അത്രയുള്ളൊന്നും പറഞ്ഞിട്ട് ഇവയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാണ്. എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മുടെ ജൂലിയൻ അവിടേക്ക് കയറി വരുന്നു. ഇത് കണ്ട ജൂലിയൻ ക്ലാഡിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. ക്ലാഡ് കറങ്ങി താഴെ വീഴുന്നതും ഇവ ജൂലിയനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സത്യങ്ങളെല്ലാം വെളിയിൽ വന്നതിന് ശേഷം ക്ലാഡിനെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ജൂലിയൻ അവന്റെ കുടുംബത്തിൽ നടന്ന ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് ഒരു ബുക്ക് എഴുതും. ആ ബുക്കാണെങ്കിലോ അത്രയും വലിയ ഫേമസും. ഈ കഥ എഴുതാനായിട്ട് എനിക്ക് പ്രചോദനമായത് എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് ഇവയെ നോക്കി നന്ദിയെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയും എന്ന് എന്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നമ്മുടെ അലനും നിൽപ്പുണ്ട്. അപ്പോഴേക്കും ഇവ നേരെ വന്ന് ജൂലിയനെ കെട്ടിപ്പിടിക്കുന്നതും അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതായിരിക്കും നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.